السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وبه نستعين. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان. صدق الله العظيم. قال رسول الله صلى الله عليه وسلم: إن في البيان سحرا أو كما قال. بعد واجبات الاحترام مقدم أمامكم بعض الكلمات. ബഹുമാന്യരായ മുതഅല്ലിംകൾ, പുതിയ കാലത്തിന്റെ അംബാസഡർമാരാകാനുള്ള പരിശീലനമാണ് മദീനത്തുൻ നൂറിന്റെ ഈ ക്യാമ്പസിൽ നടക്കുന്നത്. ഇത് ഹെഡ്ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് മദീനത്തുൻ നൂറിന്റെ ഓഫ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഊർജം സംഭരിക്കാൻ കേന്ദ്രത്തിൽ വരുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും ഭംഗിയാക്കേണ്ടത് മാനേജ്മെന്റിന്റെ കടമയാണ്. ഉസ്താദുമാരും ഈ സ്ഥാപനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായതെല്ലാം നൽകുന്ന നമ്മുടെ സൊസൈറ്റിയും ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം ജനങ്ങൾക്കിടയിൽ ഒരു ബ്രിഡ്ജ് ആകാൻ വിദ്യാർത്ഥികളെയും മതപ്രബോധകരെയും പ്രാപ്തരാക്കുക. അതാണ് അടുപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അടിപ്പിക്കുക അല്ല. ഒന്ന് ലൊമ്മാണ്, മറ്റേത് കസറാണ്. കസറിൽ പൊട്ടലാണ്, ലൊമ്മിൽ കൂടലാണ്. മലയാളവും അറബിയും സഹകരിക്കുന്ന ഒരു മേഖലയാണ്. അടുപ്പിക്കലും അടിപ്പിക്കലും. അങ്ങനെ ജനങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പാലങ്ങൾ പണിയാൻ സാധിക്കണമെങ്കിൽ നല്ല പരിശീലനം ആവശ്യമാണ്. മനുഷ്യനെ മണ്ണിൽ നിന്നാണ് പടച്ചത്. ആ മണ്ണിന് പല ന്യൂനതകളും ഉണ്ടല്ലോ. ആ ന്യൂനതയെല്ലാം മനുഷ്യനിലും ഉണ്ട്. ആ ന്യൂനതകൾ ഇല്ലാതെയാകാൻ വേണ്ടിയാണ് മണ്ണിൽ അല്ലാഹു
ആത്മാവ് നിക്ഷേപിച്ചത്. വനഫഖ്നാ ഫീഹി മിൻ റൂഹിനാ, മനുഷ്യനിൽ അല്ലാഹു ആത്മാവ് നിക്ഷേപിച്ചു. അങ്ങനെ മണ്ണിന്റെ ന്യൂനത ഇല്ലാതെയാകാൻ അല്ലാഹു ഇട്ട ഏറ്റവും വലിയ ഒരു ഘടകം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. റൂഹിന് പവർ കൂടിയാൽ മണ്ണിന്റെ ന്യൂനതകൾ ഇല്ലാതെയാകും. റൂഹിന് പവർ കുറഞ്ഞാൽ മണ്ണിന്റെ ന്യൂനതകൾ പ്രകടമാകും. അതുകൊണ്ട് ആത്മീയ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അംബാസഡർമാരെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. ആത്മീയമായ വളർച്ചയില്ലെങ്കിൽ അംബാസഡറും അതുപോലെ ഗവർണർമാരും എല്ലാം വിപരീത ഫലമാണ് ചെയ്യുക എന്നർത്ഥം. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ എപ്പോഴും അവര് പരിശീലിക്കണം. പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? സംസാരമാണ്. സംസാരം കൊണ്ടാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൈറുൽ കലാമി അസ്സുംതു, സംസാരങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് മിണ്ടുന്നതിൽ ഖൈറില്ലാത്തത് മിണ്ടാതിരിക്കലാണ്. അങ്ങനെയാണ്. മിണ്ടുന്നതിൽ ഖൈറില്ലെങ്കിൽ മിണ്ടരുത്. മിണ്ടിയാലാണ് പ്രയാസം ഉണ്ടാവുക. നമ്മളും സുഹൃത്തും തമ്മിൽ പിണക്കമുണ്ടായത് സംസാരത്തിലെ ചില അപാകതകൾ കൊണ്ടാണ്. ബാപ്പയും നമ്മളും തമ്മിൽ ഒരിക്കൽ തെറ്റിയത് സംസാരത്തിലുള്ള അപാകം കൊണ്ടാണ്. ഗുരുവും ശിഷ്യനും തമ്മിൽ ഇടഞ്ഞത് ഏതോ ഒരു വാക്ക് തെറ്റിപ്പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ എപ്പോഴും സംസാരം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കുക. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിൽ നിന്ന് നിങ്ങൾ പഠിച്ച ഒരു പാഠം, അദ്ദേഹത്തിന്റെ വിനയത്വവും സംസാരത്തിൽ ഉള്ള പദപ്രയോഗങ്ങളും അതുപോലെ ശബ്ദം താഴ്ത്തലും വേണ്ടത് വേണ്ടപ്പോൾ പറയുന്ന, ബുദ്ധിമുട്ടുള്ള യാതൊന്നും പറയാതിരിക്കുന്ന ആ നല്ല സ്വഭാവം നിങ്ങൾ മുറുകെ പിടിക്കണം. സന്ദർഭം നോക്കി മാത്രമേ സംസാരിക്കാവൂ. അതിനാണ് മുഖ്തസറുൽ മആനി ഓതുന്നത്. മുഖ്തസറുൽ മആനിയിൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, സംസാരിക്കുന്നത് മുഖ്തദൽ ഹാൽ ആകണം. 2, സംസാരിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പദങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാവണം. അതാണ് ഇൽമുൽ ബയാൻ. 3-മത്തത്, സംസാരിക്കാൻ വേണ്ടി അലങ്കാരങ്ങളും പ്രാസങ്ങളും ഉള്ള നല്ല പദങ്ങൾ തിരഞ്ഞെടുത്ത് പറയണം. അതാണ് ഇൽമുൽ ബദീഅ. ഈ കിതാബ് 3 കൊല്ലം കൊണ്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെയും ഭൗതിക കരിക്കുലങ്ങളുടെയും ധാരാളം പാഠങ്ങൾ പഠിക്കാനുള്ളത് കൊണ്ട് മുഖ്തസറുൽ മആനിക്ക് ഇപ്പോൾ 2 കൊല്ലം കിട്ടൂല. എങ്കിലും അതിന്റെ ഉള്ളടക്കം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുൻപിൽ വലിയ ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കുവാൻ ഏറ്റവും നല്ല മെഡിസിൻ നമ്മുടെ ടാക്കിംഗ് ഭംഗിയാക്കലാണ്. സ്പീച്ച് ക്രാഫ്റ്റ് എന്നും
ഇത്തരം പരിപാടികൾക്ക് പേരിടാറുണ്ട്. സ്പീച്ച് തെറാപ്പി എന്നും പേരിടാറുണ്ട്. പക്ഷേ ഇവിടെ നടക്കുന്ന ഈ ഫെസ്റ്റിൽ ഈ ഒരു വാക്കുകൊണ്ടുള്ള പരിശീലനങ്ങൾ മാത്രമല്ല, ടെക്നോളജി ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെ, കൈകൾ കൊണ്ടുള്ള എഴുത്തുകൾ, കാലിഗ്രഫിയും അതുപോലെ മനസ്സിന്റെ ഉള്ളിലുള്ള വികാരങ്ങൾ കടലാസിലേക്ക് പകർത്തുന്ന സാഹിത്യ പരിശീലനങ്ങളുമെല്ലാം ചേരുമ്പോൾ ഈ ഫസ്റ്റ് വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടത് ധാരാളമായി വായിക്കലാണ്. നിങ്ങളെല്ലാവരും ധാരാളമായി വായിക്കണം. മനുഷ്യന് വളരാൻ കഴിയണമെങ്കിൽ വായന അനിവാര്യമാണ്. ഒരു ഷെൽഫ് നിറയെ ഉള്ള പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ ഒരു നല്ല പ്രസംഗം ആകർഷകമാക്കാൻ കഴിയുകയുള്ളൂ എന്ന് കേരളത്തിലെ ഒരു വലിയ സാഹിത്യകാരൻ വളരെ മുൻപ് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് ധാരാളമായി വായിക്കുക. രണ്ടാമത് ധാരാളമായി യാത്ര ചെയ്യുക. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും മദീനത്തുന്നൂറിന്റെ സന്തതികൾ എത്തണം. അതിന് നിങ്ങൾ നിസ്കാരത്തിന് ശേഷം ദ്വാർക്കണം. എനിക്കും ഈ ഉമ്മത്തിനും ഏറ്റവും ഹൈറ് എവിടെയാണോ അവിടെ സേവനത്തിന് നീ എന്നെ എത്തിക്കണമേ. ഇദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള് എന്നാണ്. നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് പരക്കണം എന്നാണ് സൂറത്തുൽ ജുമുഅയിൽ പറഞ്ഞിട്ടുള്ളത്. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. അങ്ങനെ നിങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആവശ്യമായ അപ്പൻ നിങ്ങൾക്ക് ഏർപ്പെടുത്തിയത് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പം തരുന്നവനാണ് അപ്പൻ എന്ന് ചില മതത്തിന്റെ ആളുകൾ പറയുന്നുണ്ട്. ആ പ്രയോഗം ശരിയാണോ അല്ലേ എന്നതല്ല, അതിന്റെ ആ കൺസെപ്റ്റ് ഞാൻ കൈമാറിയതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും എത്തണം, എല്ലാ സ്ഥലത്തും എത്തണം. എല്ലാ സ്ഥലത്തുമുള്ള പൂക്കൾ, ആ പൂക്കളിൽ നിന്ന് മധു നുകർന്ന് അതിവിടെ എത്തിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ തേന്മഴ ലഭിച്ചത്. അതാണ് പൂ നൂർ ആണ്. ഒരു ഫ്ലവർ ഇവിടെയുണ്ട്. ആ ഫ്ലവറിന്റെ കൂടെ നൂറും ഉണ്ട്. 99 കഴിഞ്ഞാൽ പിന്നെ ഉള്ളതിനാണ് നൂറ് എന്ന് പറയുന്നത്. അപ്പൊ പൂവും ഉണ്ട്, ആ പൂവിന്റെ കൂടെ വെളിച്ചവുമുണ്ട്. അത് രണ്ടും ഇവിടെ എങ്ങനെ വന്നു? ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ നിങ്ങൾക്ക് ഇവിടെ ആ പ്രകാശവും മധുരവും ഇവിടെ എത്തിച്ചു തന്നു. ആ മധുരം ഇവിടെ നിന്ന് നുകർന്നാൽ നിങ്ങളത് അവിടെ തന്നെ തിരിച്ചെത്തിച്ചു കൊടുക്കണം. എവിടുന്ന് എടുത്തോ അവിടെ എടുത്തു കൊടുത്താലേ നിങ്ങളെ ഹക്ക് വീടൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ കാര്യങ്ങളിലും സജീവമാകാൻ മാത്രം ശക്തി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വഅൻത ഹില്ലും ബിഹാദൽ ബലദി വവാലിദിൻ വമാ വലദ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. സൂറത്തുൽ ബലദ് എന്ന് പറയുന്ന നഗരം എന്ന അധ്യായത്തിൽ ഖുർആൻ പറയുന്നു, ഏറ്റവും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യാനുള്ള കഴിവ് മനുഷ്യന് നാം നൽകിയിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഒരു പിതാവ് അധ്വാനിച്ചു, ആ പിതാവിന്റെ മകനും അധ്വാനിച്ചു. പിതാവ് ഇബ്രാഹിം നബിയാണ്, മകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒന്ന് മക്കയിൽ, മറ്റേത് മദീനയിൽ. ഈ ആയത്തിന്റെ തഫ്സീറിൽ നല്ല ചർച്ചകൾ കാണാം. നിങ്ങൾ അവിടെ നോക്കിയാൽ മതി.
ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. അകന്നു നിൽക്കുന്നതിനെ അടുപ്പിച്ചു കൊണ്ടുവരാൻ നന്നായി വിയർക്കേണ്ടി വരും. അടുത്തു നിൽക്കുന്നതിനെ അകറ്റാൻ ഒരു വിയർപ്പിന്റെയും ആവശ്യമില്ല. പിന്നെ എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ മതി അടുത്തുള്ളവരെ അകറ്റാൻ. അകന്നു നിൽക്കുന്നവരെ അടുപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ അതിന് നല്ല പ്രഭാഷണം വേണം. ദൂരെ നിൽക്കുന്ന അയാൾ മെല്ലെ മെല്ലെ സദസ്സിലേക്ക് കയറി വരുന്നത് ഈ കല കൊണ്ടാണ്. ഞാൻ കുറെ വർഷം മുൻപ് ഒരു വീട്ടിൽ ഒരു സദ്യക്ക് പോയപ്പോൾ ആ സദ്യ നല്ല ഗംഭീരമായ സദ്യയായിരുന്നു. ആ സദ്യയിൽ വിഭവങ്ങളൊക്കെ വിളമ്പിയിട്ടുണ്ട്. അതിലൊരു വിഭവം ആപ്പിളാണ്. ആ ആപ്പിൾ മനോഹരമായി മുറിച്ച് ഒരു പാത്രത്തിൽ കലാപരമായി ആ സഹോദരി വിളമ്പി വെച്ചത് കണ്ടപ്പോൾ എനിക്ക് തിന്നാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ അതിൽ നിന്ന് ഒന്ന് എടുത്താൽ ആ കലാഭംഗി നഷ്ടപ്പെട്ടു പോകും. അത് ആ സ്ത്രീയെ വേദനിപ്പിക്കും. ഞാൻ എടുത്തില്ല ഒരു ദിവസം. പിന്നെ ഒക്കെ എടുക്കേണ്ടി വന്നു. കാരണം എല്ലാ സ്ഥലത്തും ഇതേ കലകൾ വരുമ്പോൾ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടാവും. അപ്പൊ അത് എന്താണ്? പാചകത്തിൽ പോലും കലയുണ്ട്, പ്രഭാഷണത്തിൽ കലയുണ്ട്, കവിതയിൽ കലയുണ്ട്, ആകാശത്ത് കലയുണ്ട്, ഭൂമിയിൽ കലയുണ്ട്. എല്ലായിടത്തും കലകളാണ്. ആ കലകളെ മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി രൂപപ്പെടുത്തി എടുക്കുന്നതിനാണ് നല്ല കല എന്ന് പറയുന്നത്. ഇന്നാ സയ്യന്ന സമാഅ ദുനിയ ബിസീനത്തിൻ അൽ കവാകിബ്. ഈ ഭൗതിക ലോകത്തെ നാം കലാപരമാക്കി വച്ചിരിക്കുന്നു നക്ഷത്രങ്ങൾ കൊണ്ട്. അപ്പൊ എല്ലാ ഇടപെടലുകളിലും ആ കലയുടെ സാന്നിധ്യം ഉണ്ടാക്കാൻ സാധിച്ചാൽ നാം മാർക്കറ്റ് ചെയ്യുന്ന ഇസ്ലാമിനോട് ആളുകളുടെ ഹൃദയത്തിൽ സ്നേഹം ഇങ്ങനെ വർദ്ധിക്കും. നല്ല വസ്ത്രം ഇടുന്നത് ഇസ്ലാമിനോട് ജനങ്ങളുടെ ഹൃദയത്തിൽ അടുപ്പമുണ്ടാക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈ വസ്ത്രം ഇടുമ്പോൾ ചിലപ്പോൾ വല്ലാത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ടാകാം. പക്ഷേ നമ്മളത് ഇടുന്നില്ലെങ്കിൽ അവർക്ക് നമ്മോടുള്ള അട്രാക്ഷൻ കുറഞ്ഞു പോകും. അതുകൊണ്ട് നല്ല വസ്ത്രം, നല്ല ഷർട്ട്, നല്ല തലപ്പാവ്, നല്ല ചെരുപ്പ്, നല്ല വീട് എല്ലാം നല്ലതാക്കിയാൽ ഈ നല്ലത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് സ്നേഹം വരും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് വിജയിക്കും. കോഴിക്കോട് മിഠായി തെരുവിൽ ഒരാള് തൈലം വിൽക്കുക. ആ തൈലം വിൽക്കുന്ന ആൾ പറയുന്നത് എല്ലാവരും ഈ തൈലം വാങ്ങണം, ഈ തൈലം വാങ്ങിയാൽ ചൊറി സ്കാബീസ് മാറും എന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ അയാൾ ഇങ്ങനെ മാന്തുന്നുണ്ട്. അയാളെ ശരീരം മുഴുവനും ഈ സ്കാബീസിന്റെ രോഗമാണ്. അയാൾ പറയുന്നത് ഇത് വാങ്ങിയാൽ ഉപയോഗിച്ചാൽ ചൊറി ഉണ്ടാവില്ല എന്ന് പറയുന്നു. അയാൾ ഇങ്ങനെ ചൊറിയുന്നുണ്ട്. അപ്പൊ അവിടെ ഉള്ള ഒരാൾ പോയിട്ട് പറഞ്ഞു, എക്സ്ക്യൂസ് മീ, കുറച്ച് തൈലം നിങ്ങളൊന്ന് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ചൊറിയും മാറും എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. എന്നതുപോലെ മാർക്കറ്റിംഗ് നടത്തുന്ന ആളുടെ കയ്യിൽ അട്രാക്ട് ചെയ്യാൻ ആവശ്യമായതുണ്ടാവണം. അതൊന്നുകിൽ പ്രഭാഷണമാണ്, അല്ലെങ്കിൽ എഴുത്താണ്, അല്ലെങ്കിൽ സംഭാഷണമാണ്, അല്ലെങ്കിൽ ടെക്നോളജിയാണ്. വയസ്അലൂനക അൻ ദിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ ഫഅത്ബഅ സബബാ. സൂറത്തുൽ കഹ്ഫ് നോക്കിയാൽ കാണാം, ഒരു രാജാവ്, ഒരു പ്രബോധകൻ വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്തിൽ ജീവിച്ചു. അദ്ദേഹത്തിന്റെ കഥയാണ്. അദ്ദേഹത്തിന്റെ കൈവശമുള്ള എല്ലാ കഴിവുകളും അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തി.
അപ്പോൾ അദ്ദേഹത്തിന്റെ ലോകം വളർന്നു വികസിച്ചു എന്നാണ് സൂറത്തുൽ കഹ്ഫിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇവിടെ ഉദ്ഘാടനത്തിന്റെ ഔപചാരികതയാണ് സംഘാടകർ ആഗ്രഹിക്കുന്നത്. ഞാനും അതാണ് ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ കലാപരമായ ഇടപെടലുകൾ. നല്ല കാര്യങ്ങളിൽ ആരാണോ മുന്നിലുള്ളത് അവർ പരലോകത്തും മുന്നിലെത്തും. നല്ല വിഷയത്തിൽ മുന്നിലെത്തണമെന്ന് ചിന്തിച്ച് അഹമഹമികയാ മുന്നോട്ട് വന്നാൽ അവർക്ക് വിജയം ഉണ്ട്. അങ്ങനെ മത്സരിച്ച് മുന്നിലെത്താൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഖുർആൻ പറഞ്ഞു, ഹദീസിൽ ഉണ്ട്. ലാ ഹസദ ഇല്ലാ ഫി സനതൈനി റജുലുൻ ആതാഹു അല്ലാഹു ഇൽമൻ, ഒന്ന് വറജുലുൻ ആതാഹു അല്ലാഹു മാലൻ ഫഅൻഫഖഹു ഫിൽ ഖൈർ. ഒരാൾക്ക് ഇൽമുണ്ട്, ആ ഇൽമ് അദ്ദേഹം മറ്റുള്ളവർക്ക് ഇങ്ങനെ വിതരണം ചെയ്യുന്നു എങ്കിൽ അദ്ദേഹത്തെ പോലെ ആകാൻ ആഗ്രഹിക്കണം. നല്ലതാണ്. ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഹസദിനെ പറ്റി പറഞ്ഞെടുത്ത് ഹസദ് 3 ജാതിയുണ്ട്. ഒന്ന് ഹറാമായ ഹസദ്, രണ്ടാമത്തേത് സുന്നത്തായത്, അത് ഹസദല്ല ഗിബത്താണ്. മൂന്നാമത്തെ ഹസദ് ജായിസായത്, അതും ഗിബത്താണ്. അപ്പൊ മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഇൽമ് പഠിക്കലും അത് പ്രചരിപ്പിക്കലും. ആ പ്രചാരണത്തിനുള്ള ഏറ്റവും നല്ല വഴി ഈ ഫെസ്റ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പാഠ പുസ്തകങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി എത്ര അധ്വാനിക്കുന്നുവോ അതുപോലെ അധ്വാനിച്ച് വളർത്തേണ്ട ഒരു മേഖലയാണ് ഈ കലകൾ. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീഅത്ത് ഇവിടെ മനോഹരമായി നിലനിൽക്കുകയുള്ളൂ. ശൈഖുന ഉസ്താദ് 1960കളിൽ 70കളിൽ ഉസ്താദിന്റെ കയ്യിൽ ഒരു കലാരൂപം മാത്രമാണുള്ളത്. ആ കലാരൂപം നന്നായി ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഈ കേരളവും ഈ ഇന്ത്യയും ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ എത്തിയത്. ഉസ്താദിന്റെ പ്രഭാഷണം. അല്ലാഹു തആല ശൈഖുന ഉസ്താദിന് എല്ലാ ഭാഗ്യങ്ങളും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഈ മദീനത്തുൻ നൂറിന്റെ ശില്പികൾക്ക് എല്ലാ ഇസ്സത്തും ഉണ്ടാകട്ടെ. ഇവിടെ പഠിക്കുന്ന, ഇതിന്റെ ഓഫ് ക്യാമ്പസുകളിൽ പഠിക്കുന്ന നല്ലവരായ കുട്ടികൾക്ക് അല്ലാഹു തആല തഖ്വയും തൗഫീഖുകളും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന വാക്യം കൊണ്ട് ഈ പരിപാടികൾ തുടങ്ങിയതായി അറിയിച്ചുകൊണ്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.